വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ അവിടെ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ശാരികയാണെങ്കിൽ നേരെ കുടുംബശ്രീ വീട്ടിലേക്കോ ഭാമയുടെ വീട്ടിലേക്കോ അല്ല ചെല്ലുന്നത്, നേരെ കളക്ട്രേറ്റിലേക്കാണ് ചെല്ലുന്നത്. അന്നേരം ശാലിനി അവിടെ ഇല്ല, അവിടെ അനുപല്ലവിയേ ഉള്ളൂ. അനുപല്ലവി തടഞ്ഞിട്ടും നേരെ അകത്തേക്ക് ശാലിനി ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആരെയും വകവയ്ക്കാതെ അകത്തേക്ക് കളക്ടറുടെ ചേംബറിലേക്ക് അവർ ശാലിനിയുടെ ക്യാബിനിലേക്ക് ചെന്ന് കയറുകയാണ്. എന്നിട്ട് അവർ കസേരയുടെ അടുത്തേക്ക് തന്നെ ചെന്ന്, ശാലിനി ഇരിക്കുന്ന കസേര ഉണ്ടല്ലോ അവിടെ തന്നെ ചെന്നിട്ട് പറയുകയാണ്, ദേ ഈ കസേര കിട്ടാനായിട്ട് ഞാനും അവളേക്കാൾ കൂടുതൽ ഒരുപാട് ഞാനും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെവിടെയാണെന്നോ, അവിടെ കുടുംബശ്രീ ഹോട്ടലിൽ ആ ചായക്കടയിൽ എൻ്റെ വിയർപ്പിൻ്റെ കൂടി ഫലമാണ് അവൾക്ക് ഈ കസേര കിട്ടിയത്. അപ്പോൾ ഇതിലിരിക്കാനായിട്ട് അവളേക്കാൾ യോഗ്യത ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കസേരയിലേക്ക് അല്ല ഒരു അധികാരഭാവത്തോടു കൂടി തന്നെ ശാരിക അങ്ങോട്ട് ഇരിക്കുകയാണ്. അന്നേരം അനുപല്ലവിക്ക് തടയാനും കഴിയുന്നില്ല, നോക്കി നിൽക്കാനും കഴിയുന്നുള്ളൂ. പക്ഷേ ശാരികയിൽ ആകെ ഒരു മനസ്സ് കൈവിട്ട ആ ഒരു രീതിയിൽ തന്നെയാണ്, ദേഷ്യവും സങ്കടവും ഒക്കെയാണ് ആ ഒരു മുഖത്ത്. അങ്ങനെയില്ല, ദേഷ്യപ്പെട്ടിങ്ങനെ കസേരയിൽ തന്നെ ഇരിക്കുന്നു. ആ ഒരു സീനും കാണിക്കുന്നുണ്ട്. അതിന് ശേഷം കാണിക്കുന്നത് അവിടെ ആ ഒരു ശിവൻ്റെ ആ ഒരു വാടക വീട്, വേലായുധൻ്റെ ആ ഒരു വീടാണ് കാണിക്കുന്നത്. അവിടെ ചന്ദ്രയെ കാണിക്കുന്നില്ല, റാണിയും ശിവനും ഈ സത്യയും പപ്പിയും ഒക്കെയുണ്ട്. അവർ ആ സിറ്റ് ഔട്ട് ആ ഒരു ഉമ്മറത്ത് നിൽക്കുന്നതാണ്. കുട്ടികൾ പിന്നെ സ്കൂളിൽ നിന്ന് വന്നത് സ്കൂളിലേക്ക് പോകുന്നത് ആ ഒരു വേഷമാണ്, സ്കൂളിൽ നിന്ന് വന്ന വേഷമാണെന്ന് തോന്നുന്നു. യൂണിഫോമിലൊക്കെയാണ് നിൽക്കുന്നത്. അതേസമയം അകത്ത് നിന്ന് ശാലിനിയാണെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. ശാലിനി ആ ഹാളിൽ നിന്നും സിറ്റ് ഔട്ടിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ആ ഒരു പടിയിൽ തട്ടി ശാലിനിയുടെ ചെരുപ്പ് തട്ടി ശാലിനി അങ്ങ് മുന്നോട്ട് വീഴാൻ പോവുകയാണ്. അന്നേരം ശിവൻ ഇത് കണ്ടുകൊണ്ട് ശിവൻ ഓടി ചെന്ന് ശാലിനിയെ പിടിക്കുകയാണ് ചെയ്യുന്നത്. ശിവനങ്ങോട്ട് പിടിക്കുമ്പോൾ ശാലിനിയാണെങ്കിൽ ശിവൻ്റെ ആ ഒരു നെഞ്ചത്താണ് ഇങ്ങനെ കൈ വയ്ക്കുന്നത്. ആ ഒരു ഹാർട്ടിൻ്റെ ആ ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അങ്ങനെ കൈ വയ്ക്കുമ്പോൾ ശാലിനിക്കില്ല മുമ്പില്ല ശിവന് പനിയായിട്ട് കിടന്നപ്പോൾ ആ ഒരു ഹാർട്ടിൽ കൈ വെച്ചപ്പോൾ എന്തോ ഒരു എർത്തടിക്കുന്ന പോലെ തോന്നിയില്ലേ, അതേപോലൊരു സീനാണ് കാണിക്കുന്നത്. അന്നേരം ശിവൻ ഇങ്ങനെ ശാലിനിയുടെ കണ്ണുകൾ തന്നെ ശ്രദ്ധിക്കുന്നു. ശാലിനി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ശിവന്. അപ്പോൾ ഈ കുട്ടികളും റാണിയും ഒക്കെ ഇങ്ങനെ ഇത് നോക്കി നിൽക്കുന്നേ ഉള്ളൂ. അന്നേരം അവർ പരസ്പരം എല്ലാം കണ്ണ് നോക്കുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത്. ശിവൻ ശാലിനിയെ ശ്രദ്ധിക്കുന്നു, ശാലിനി ശിവനെയും പക്ഷേ ശാലിനി ശ്രദ്ധിക്കുന്നത് ആ ഒരു കൈ വെച്ചപ്പോൾ ഉണ്ടായ എന്തോ ഒരു എർത്തടിച്ച പോലുള്ളതാണ് ശാലിനി ശ്രദ്ധിക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് കൈ അങ്ങ് മാറ്റുന്നുണ്ട്. എന്നിട്ട് കണ്ണുകൾ ഇങ്ങനെ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഹാർട്ടിൻ്റെ അതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തോ പോലെ ഒന്ന് ശാലിനിക്ക് തോന്നുന്നതായിട്ടുള്ള അതേ ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഈ 2 സീനുകളാണ് ഈ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇവരിനി കൂടുതൽ അടുക്കാനുള്ള സീനായിട്ടാണോ എന്തോ ഇനി വരുന്നത്. ചന്ദ്രയും അവിടെ ഇല്ല, ചന്ദ്രയും മധുരയിലേക്ക് പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ശാലിനി വേറെ വീടെടുത്ത് താമസം മാറുമോ, അതോ ഇനി സത്യഭാമ സത്യങ്ങൾ അവനെ വിളിച്ചുകൊണ്ട് പോകുമോ, എന്താകുമെന്നുള്ളത് നമുക്ക് ഒരു എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.